ഹായ്, ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറയണത്, ഈ നമ്മുടെ നാട്ടിൽ കല്യാണത്തിൻ്റെതായ പ്രശ്നങ്ങൾ, യുവാക്കളുടെ കല്യാണ പ്രശ്നങ്ങൾ, അതിനെ അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു, അതിലൂടെ അവർക്ക് വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, അവർ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇതിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നത്, അവർക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം, ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ്, എങ്കിലും നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്ത് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. പ്രധാനമായിട്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ട്. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് മെഡിസിനൊക്കെ എടുത്തിരുന്നതാണ്. അത് ഞാനെങ്ങനെ കുറച്ചു. എൻ്റെ LDL കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലും HDL ഭയങ്കര താഴെ പോയി. അപ്പോൾ ഇതെങ്ങനെ കുറച്ചു എന്നുള്ളതിനെ പറ്റിയും ഒരു രണ്ട് കാര്യങ്ങൾ പറയാം. സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളിത് കേട്ടാൽ മതി. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു ആധികാരികതയും കൂടി നമുക്ക് അറിയണമല്ലോ. ഞാൻ ആക്ച്വലി ഒരു മെഡിക്കൽ പ്രൊഫഷനാണ്. ഞാൻ നേഴ്സാണ്. ഞാൻ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് സൈക്കാട്രിയിലാണ്. അതിൻ്റെ മെഡിക്കലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പണ്ട് തുടങ്ങി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അത്യാവശ്യം ഇത് കൂടാണ്ട് ഞാനൊരു സ്പോർട്സ് പേഴ്സണാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് വോളിബോൾ കളിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളാണ്, ചെസ്സും നല്ല രീതിയിൽ കളിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മേഖലയാണ്. ഇതൊക്കെ നമ്മുടെ മേഖലകളാണ്. ഇതൊന്നും അല്ലാണ്ട് പോലും ഞാൻ യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ്, യോഗ പഠിപ്പിക്കുന്ന ഒരാളും കൂടിയാണ്. ഡെയിലി വർക്കൗട്ട് ചെയ്യാറുണ്ട്, ജിമ്മിൽ പോകാറുണ്ട്. ഡെയിലി അല്ല, അത്യാവശ്യം എനിക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഇൻ കേസ് എവിടെയും പോക്ക് നടന്നില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 10-50 പുഷപ്പെങ്കിലും ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം ഡയറ്റും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത് കുഴപ്പമില്ലാണ്ടൊക്കെ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് പറയേണ്ടത് ഒന്ന് ഈ പറഞ്ഞ പോലെ യുവാക്കളുടെ കല്യാണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹിസ്റ്ററി പറയാം. എനിക്കിപ്പോൾ 2 മക്കളാണ്. ഞാൻ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്കാണ് എനിക്ക് 2 മക്കളുണ്ടായത്. ഞാൻ കല്യാണം കഴിക്കുന്നത് ഏകദേശം 33ാമത്തെ വയസ്സാണെന്ന് എൻ്റെ തോന്നൽ. ഈ 33ാം വയസ്സ് വരെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്, അതായത് എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഒരു യുവാവിന് സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരു കോർഡിനേഷൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളും എനിക്ക് ലൈഫിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ പലതും ഈ പറഞ്ഞ പോലത്തെ ഡിലേ ആയത്. അതൊരു കണക്കിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ കല്യാണം ഇത്രയും വൈകണ സമയത്ത് പോലും എനിക്ക് എൻ്റെ ലൈഫിനെ പറ്റി, കല്യാണം കഴിക്കുന്നില്ലല്ലോ, ആൾക്കാർ എന്നോട് എന്ത് പറയും, എന്ത് ചെയ്യും, എനിക്ക് കല്യാണം കഴിക്കാണ്ട് ജീവിക്കണ്ടേ, ഞാൻ ആ സമയത്തുള്ള കാര്യമാണ് പറയണത്. ഇപ്പോഴാകുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ഓപ്പണാണ്. കാര്യം ഒത്തിരി ആൾക്കാർ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ആ ഒരു സംഭവം ജനറലൈസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഒത്തിരി ടെൻഷൻ വേണ്ട. ഞാൻ ആ പറയുന്ന സമയത്ത് അത്രയും ബുദ്ധിമുട്ടുണ്ട്. കാര്യം നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് എല്ലാം കല്യാണം കഴിച്ച് പോകുന്നു. നമുക്ക് പല ആൾക്കാരും നമ്മളോട് ചോദിക്കും കല്യാണം കഴിക്കണ്ടേ, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിൾ ആയിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നേരിട്ട സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നത്തെ പിള്ളേർ ഒത്തിരി ബുദ്ധിമുട്ടുന്നതിനേക്കാൾ പ്രയാസങ്ങളാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രയാസം എന്ന് പറയുന്നത് നാട്ടുകാരുടെ മാത്രം പ്രയാസമായിരുന്നു, എൻ്റെ പ്രയാസമൊന്നും അല്ലായിരുന്നു. കാര്യം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് എൻ്റെ ഹെൽത്തിനെ പറ്റി ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി കല്യാണം കഴിക്കണം അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റി എനിക്ക് വലിയ ബോധമില്ലായിരുന്നു. കാരണം ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആണ്. എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ ഹാപ്പിയായിരുന്നു. ഓക്കെ, എൻ്റെ ഗെയിമുകൾ ഞാൻ അത്യാവശ്യം രാവിലെ ഓടാനും ചാടാനൊക്കെ പോകുന്നതാണ്. എനിക്ക് ഓട്ടോമാറ്റിക് എനിക്ക് ഹാപ്പിയാണ്. കാര്യം അത്യാവശ്യം നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ ശരീരത്തിൽ സെക്രീറ്റ് ആകപ്പെടും. നമ്മൾ ഓട്ടോമാറ്റിക് എന്താണ് പ്രശ്നങ്ങൾ. പിന്നെ ഞാനെപ്പോഴും കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ, ഞാൻ ആകപ്പാടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളായിരുന്നു പുതിയ കോഴ്സുകൾ പഠിക്കുക എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഞാൻ പഠിച്ചിട്ടിരിക്കും. ഞാൻ അങ്ങനെ പല പരിപാടിക്കും കൊണ്ട് തലവെച്ചിട്ടുണ്ട്, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അത് കുറേ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം പഠിച്ച കോഴ്സാണിപ്പോൾ യോഗയുടെ ഇതുള്ളത്. ഇൻ്റർനാഷണൽ യോഗ സർട്ടിഫൈഡ് ട്രെയിനറാണ്. ഞാൻ ദുബായിൽ നിന്നാണ് കോഴ്സ് എടുത്തത്. നിലവിൽ ദുബായിലാണ്. പിന്നെ ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ്. പിന്നെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ടും ചെയ്ത് സൈഡായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ അല്ലാണ്ട് തന്നെ പഠിക്കുന്നുണ്ട്. മ്യൂസിക്കിൻ്റെ സംഗീത പഠനത്തിൻ്റെ 1-2 ഇത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് തന്നെ ചെയ്തതാണ്. അങ്ങനെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ കൂടുതലും ഡയറ്റ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. ബാഡ്മിൻ്റൻ്റെ കോച്ചിങ് എടുത്തിട്ടുണ്ട്, ബാഡ്മിൻ്റൻ. അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പൈസ ഏൺ ചെയ്യണത് കൂടുതലും അങ്ങനെയുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി തന്നെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അല്ലാണ്ട് ഞാൻ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് ഒത്തിരി പ്രേമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയങ്ങളിൽ. അപ്പോൾ ആ വഴിക്ക് പൈസയൊക്കെ പോയിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ലായിരുന്നു. നടക്കും, ഇതില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ ഹെൽത്ത് ഉണ്ടായിരിക്കുക, ജോലി ഉണ്ടായിരിക്കുക,
ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു, ഞാൻ യോഗ ചെയ്യുമായിരുന്നു, ഞാൻ ഡയറ്റ് അത്യാവശ്യം ഏതൊക്കെയാണെന്നുള്ളത് കൺട്രോൾ ചെയ്ത് ചെയ്യുമായിരുന്നു, പഠിക്കുകയും ചെയ്യുമായിരുന്നു. വരുമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എനിക്ക് നേഴ്സിംഗ് ഉണ്ട്, അത് കൂടാണ്ടുള്ള എന്തൊക്കെ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുക അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കുറേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷയമില്ലായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഫോക്കസ് ചെയ്തത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വരുമാനം കൊണ്ട് മാത്രം നിൽക്കരുത്. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ വരുമാനങ്ങൾ ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നിങ്ങളിപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടതിൽ അതിലൊരാൾ, ഞാനെപ്പോഴും സ്റ്റാറ്റസ് കാണുന്നതാണ്, അവൻ നല്ല മിടുക്കനാണ്, അവൻ ചൂണ്ടയിടാൻ പോകാറുണ്ട്. അവൻ അതിനുവേണ്ടി വലിയ ചൂണ്ടയൊക്കെ മേടിച്ചു. നമ്മുടെ നാട്ടിലൊന്നും അല്ല ആൾ ചൂണ്ടയിടുന്നതെന്ന് തോന്നുന്നു. ആൾ എവിടെയൊക്കെ പോയിട്ട് ചൂണ്ടയിട്ട് എത്രയോ മീനുകൾ പിടിക്കുന്നുണ്ട്. അതെന്തായാലും സെയിൽ ചെയ്യുന്നുണ്ട്. അത് സെയിൽ ചെയ്തിട്ട് അവൻ്റെ വീക്കെൻഡിൽ, ആഴ്ച ഒരു ദിവസം വീക്കെൻഡ് ഉണ്ടാവുമല്ലോ, ഓഫായിട്ടുള്ള ദിവസം ആ പൈസ അവന് വിൽക്കുന്നുണ്ടെന്ന്, ആ മീൻ അവൻ വിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വല്ല ഷാപ്പിലായിരിക്കും കൊടുക്കണം, അല്ലെങ്കിൽ വല്ല വേറെ സ്ഥലങ്ങളിലായിരിക്കാം കൊടുക്കുന്നത്. എങ്ങനെ പോയാലും അവൻ ഒരാഴ്ചയിൽ ഒരു 10,000-2000 ഒരു 1,500 രൂപയെങ്കിലും ആ വഴിക്ക് ഉണ്ടാക്കുന്നുണ്ട്. 1,500 എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ടാണ്. പിന്നെ ഇതൊന്നും കൂടാത്തതിന് നമ്മൾ എൻഗേജ്ഡ് ആവുകയാണ് ഓരോ ആക്ടിവിറ്റീസിലേക്ക്. നമ്മുടെ ഒരു ജോലി അവിടെ നിൽക്കുന്നു, അടുത്തൊരു ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആവുകയാണ്. എൻഗേജ്ഡ് ആവുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. നിങ്ങൾക്ക് എൻഗേജ്ഡ് ആകാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല നല്ല ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, ഔട്ടിങ്ങിൽ പോവുക, എക്സസൈസ് വർക്കൗട്ടുകൾ ചെയ്യാം, ഉറങ്ങാം. ഉറക്കം നല്ലൊരു എൻഗേജ്മെൻറ്റാണ്. കാര്യം എന്ന് പറയുന്നത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നല്ല രീതിയിൽ റിഫ്രഷ് ആകും. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ടോക്സിൻസ്, നമ്മളെ ബാഡ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന ടോക്സിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കഴിച്ച ഫുഡിലുള്ള വല്ല പ്രശ്നങ്ങളോ ഇതൊക്കെ റെഡിയായിട്ട് പോകാനൊക്കെ ആയിട്ട് നല്ലൊരു പരിപാടിയാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ളവൻ്റെ ലൈഫ്, അവൻ കല്യാണം കഴിച്ച് അവന് മക്കളുണ്ടായി, അതിനെപ്പറ്റി ബോധേടാകാണ്ടിരിക്കുക. ഈ ലൈഫിൽ നിങ്ങൾക്ക് ഇത്രയും കാലം ജീവിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം. ഓരോരുത്തരുടെയും ജീവിതം ഓരോ രീതിക്കാണ്. ഓരോരുത്തരും ജനിച്ചത് തന്നെ ഓരോ രീതിക്കാണ്. ഓരോരുത്തരും വളരുന്നത് ഓരോ സാഹചര്യത്തിലാണ്. ഓരോരുത്തർ പഠിച്ചത് വെവ്വേറെ കാര്യങ്ങളാണ്. ഓരോരുത്തരുടെ ശരീരപ്രകൃതി, ചിന്തകൾ, അവർ വായിക്കുന്ന ബുക്കുകൾ, അവർക്ക് കിട്ടിയ അറിവുകൾ, അവരുടെ സമ്പർക്കങ്ങൾ, അവരുടെ ഫ്രണ്ട്സ് വലയങ്ങൾ, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡഡ് ആണ് ഓരോരുത്തരുടെയും കാര്യങ്ങൾ. അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് അവർക്ക് ഈ ഭൂമിയിൽ കിട്ടേണ്ട കാര്യങ്ങളാണ്. അവരങ്ങനെയാണ്. ഇതൊക്കെ എല്ലാം കോടിയായിപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കിട്ടിയെന്നുള്ളതല്ല, കിട്ടും. നിങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷയോടെ ജീവിച്ചു പോവുക. ഏതൊരു കാരണം കൊണ്ട് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. അത് പരിണാമത്തിൻ്റെ ആയാലോ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാലോ ഏതൊരു കാരണത്തിലാണ് നമ്മളിവിടെ ജനിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് ഓരോരോ ഓരോരോ അതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ പലരുടെയും കാര്യങ്ങളിലുണ്ട്. നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടില്ല എന്നൊരിക്കലും പറയും. നിങ്ങൾക്ക് ആ നടന്ന സമയത്ത് നിങ്ങളെ അസൂയപ്പെടുന്ന പല ആൾക്കാരുടെ ലൈഫിൽ ചിലപ്പോൾ ഒന്നും നടന്നിട്ടുണ്ടായാലും നിങ്ങൾക്ക് നാളെ നല്ലത് വരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ ഒന്നും കിട്ടാനും പോകുന്നുണ്ടായാലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ നല്ലതിനെ ചീത്തതിനെ കണക്ക് കൂട്ടുന്നത്. നിങ്ങൾക്ക് എന്താണോ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് അതിനെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് വന്നാലും അതിനെ എൻജോയ് ചെയ്യുക. ഒരിക്കലും സൂയിസൈഡിനെ പറ്റിയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. ഓക്കെ, സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവർ ഈ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ഈ ലഹരിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ എന്താ പറയുക, നമ്മുടെ അവസ്ഥകൾ മോശമാണെന്ന് വിചാരിച്ച് ലഹരിയിലേക്ക് പോകും. സന്തോഷത്തിനും സങ്കടത്തിനും കൂടിയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ തലച്ചോറിൻ്റെ ചിന്താശേഷികളും കാര്യങ്ങളൊക്കെ കുറയും. നമ്മുടെ ആരോഗ്യം കുറയുമെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മുടെ ആരോഗ്യം കുറച്ചൊക്കെ കുറയും. ആവശ്യിച്ച് നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ദേഷ്യങ്ങൾ വരുന്നു, നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകുന്നു. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യാ പ്രവണത കൂടും. അത് ശരിക്കുമുള്ള ഒരു ഇമോഷൻ്റെ പുറത്തായിരിക്കണമെന്നില്ല. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുമോ ഇങ്ങനെയൊന്നും വേണ്ട, നല്ല പോസിറ്റീവായിട്ട് എടുത്ത് നല്ലൊരു ആൻസർ കൊടുക്കാനും നല്ല രീതിയിൽ ലൈഫ് കൊണ്ടുപോകാനും പറ്റും. പക്ഷേ നിങ്ങൾ മോശമായിട്ടുള്ള ഒരവസ്ഥയിലാണെങ്കിൽ, എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി അടിയും പരിപാടിയൊക്കെ എടുത്ത് നടക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അതിൻ്റെ ഒരു എഫക്റ്റ് ശരീരത്തിൽ, ഒരു ടോക്സിൻസിൻ്റെ എഫക്റ്റ് ശരീരത്തിലുണ്ടാകും. ആ ടോക്സിൻസ് ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ ഹെൽത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കുടിച്ച് ശരീരം ഒരു കോലത്തിലാക്കിയിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മറിച്ച് നിങ്ങൾ അധ്വാനിക്കുക, അതിനുവേണ്ടി എഫർട്ട് എടുക്കുക, അത്രേ ചെയ്യാനുള്ളൂ. കല്യാണം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നടക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ സൈക്കാട്രിയിലും ഡയറ്റീഷ്യനിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു 100 പേര് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 70 പേർക്കും ഭയങ്കര ഫാമിലി പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പേര് ഡിവോഴ്സ് ആകുന്നുണ്ട്. അത്ര പ്രശ്നങ്ങൾ ഫാമിലി ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചില്ല, അവൻ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ കെട്ടണം എന്ന് പറയണത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു പരിപാടിയല്ല. കല്യാണം കഴിക്കലെന്നല്ല, കല്യാണം കഴിച്ച് നാട്ടുകാരുടെ ബോധിപ്പിക്കലല്ല പരിപാടി. പിന്നെയാണ് പരിപാടികൾ തുടങ്ങുന്നത്. മറ്റേത് നമ്മൾ ഒറ്റയ്ക്കേ ജീവിക്കുന്നുള്ളൂ. അത് നമ്മൾ ഒറ്റയായിട്ട് ജീവിക്കുമ്പോൾ നമുക്കത്
ഒരാളുടെ ലൈഫ് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ആരോഗ്യം നോക്കാൻ പറ്റുന്നില്ല, ജോലിയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കല്യാണം കൂടി കഴിച്ച് കഴിഞ്ഞാലുള്ള വിഷയം, ഒന്നാമത്തെ കാര്യം കല്യാണം എന്ന് പറയുന്നത് 2 ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന 2 പേരുടെ ഒരു ലൈഫ് ടുഗദറാണ്. അപ്പോൾ അത് മുന്നേക്ക് പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒത്തിരി വരും. ഓരോ നിമിഷം അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. പിന്നെ ലേഡീസ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെക്കാളും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. പെട്ടെന്ന് മൂഡ് മാറാം. ആ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങും. കാര്യം അവർ ആ സമയങ്ങളിൽ പെരുമാറുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒറിജിനലായിട്ടുള്ള ഒരു ഇമോഷൻ്റെ പുറത്തല്ല. ഇവരുടെ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് അതിൽ നിന്നുകൊണ്ടേ അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇമോഷൻ ആയിരിക്കില്ല ചില കാര്യങ്ങൾക്ക് അവർ എക്സ്പ്രസ് ചെയ്യണം. അവിടെ അടി തുടങ്ങും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവിടെ അടി തുടങ്ങും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ നമുക്ക് ലൈഫിൽ വേണ്ടതാണ്. പിന്നെ പണ്ടത്തെ പോലെ എന്ത് കാര്യവും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പിള്ളേരൊന്നും അല്ല ഇന്ന് ഈ സമൂഹത്തിലുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ വേണ്ട, അവൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്പോട്ടിൽ ഡിവോഴ്സിന് പോട്ടെ എന്നുള്ള വാദങ്ങളിലാണ് കൂടുതൽ പെൺപിള്ളേർ ചെയ്യുന്നത്. അപ്പോൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. കല്യാണം കഴിക്കാൻ വലിയ പ്രയാസമില്ല. പക്ഷേ ഇത് അവസാനം ഇത് പ്രശ്നങ്ങളാണ്. ഇത് ഒഴിവാക്കി വിടാൻ എത്രയൊക്കെ പൈസ മുടക്കേണ്ടി വരും, എത്രത്തോളം സ്ട്രെസ് നിങ്ങൾ എടുക്കേണ്ടി വരും. ഈ സ്ട്രെസ് വരുമ്പോൾ ഈ കുടിച്ച് നിങ്ങളുടെ ആരോഗ്യം കളയേണ്ടി വരും. ശരിക്കും നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറും. അപ്പോൾ അത്ര നിസ്സാരമായിട്ടുള്ള ഐറ്റം അല്ലാന്ന് ഞാൻ പറഞ്ഞു വരുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ശേഷമാണ് പിന്നെ കുട്ടികളുണ്ടാകുക, ജോലി വരുമാനം സ്ഥിരമായിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ. അതൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരുത്തൻ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് കല്യാണം കഴിച്ച്, ഞാൻ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഒരുത്തൻ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക, നിങ്ങളുടെ ജോലി നോക്കുക, നിങ്ങളുടെ വരുമാനം നോക്കുക. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഏത് കാലത്ത് ജീവിച്ചിരിക്കണം അത്രയും കാലത്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സമയങ്ങളെന്ന് പറയുന്നത് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള സമയങ്ങളാണ്. കല്യാണം കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് കുറച്ചും കൂടി ഇതായിട്ട് മാറും. നമുക്ക് എല്ലാ കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്നില്ല, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ എന്നെ പോലെയൊക്കെ എല്ലാ കാര്യവും ഒരേപോലെ ഫോക്കസ് ചെയ്ത് എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. എന്തോ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുക. ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക, മറ്റുള്ളവരെ നോക്കി ചെയ്യേണ്ട. നിങ്ങൾക്ക് വരുമാനം വേണം, നിങ്ങളതിന് വേണ്ടി ജോലിക്ക് പോവുക. ആ വരുമാനം കുറവാണെങ്കിൽ അടുത്തൊരു സാധ്യത കണ്ടെത്തുക. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഒപ്പം ആരോഗ്യം കൊണ്ടുപോവുക. നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ നല്ല രീതിയിൽ നിങ്ങളുടെ ഫുഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഡയറ്റിൻ്റെ പല കാര്യങ്ങളും വേണ്ടി വരും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ പറയുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് ഫുള്ള് കാണുക, അപ്പോൾ മനസ്സിലാവും.